അപ്പോൾ പപ്പയൊക്കെ മരിച്ചിരിക്കുകയാണ്. പ്രേതം തിന്നിട്ട് അപ്പോൾ എന്താ അറിയോ, ഞങ്ങളപ്പോ ചെറുതായിക്കോട്ടെ ഇല്ല, ഞങ്ങൾ ഒട്ടും തിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പ്രേതം വന്നിട്ട് നിങ്ങളെയാണ് കണ്ടത്. ഞങ്ങൾ TV കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ല കുറുമ്പിയില്ലേ പ്രേതം വന്നാർന്നേ. ആ പ്രേതം വന്നിട്ട് ആഹാ നമുക്ക് ഈ കൊച്ചിനൊക്കെ തിന്നാമെന്ന് പറഞ്ഞിട്ടെന്താ അറിയോ, ആ പ്രേതം കൊതി വന്നിട്ടെന്താ അറിയോ, ഇങ്ങനെ അതേ കൊതി വന്നേ. ഞങ്ങളെ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ എന്താ അറിയോ, അയ്യോ അമ്മ ചാച്ചാന്ന് പറഞ്ഞ് കരിയെ നല്ല അയച്ചില്ലാർന്നേ. ബാബിന്റെ ഒക്കെ പറമ്പിലെന്താ അറിയോ ഒരു പ്രേതം നിൽക്കും. അവിടെ സാധിച്ചിന്റെ ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ അവരെ കൂടി കളിക്കുമ്പോ എന്താ അറിയോ, പ്രേതം അവിടെ ഇങ്ങനെ നോക്കിയിരിക്കാണ് ഇങ്ങനെ. അപ്പൊ സാർത്തിച്ചിന്റെ വീട്ടിലെന്താ അറിയോ, സാർത്തിച്ച് രാത്രിയാർന്നേ. ബാബി പറഞ്ഞ് അവന്റെ അമ്മൂമ്മ പാപ്പ അച്ഛൻ്റെ ഒക്കെ പറഞ്ഞ് സാർത്തിച്ചിന്റെ അടുത്ത് നമുക്ക് കടന്നുറങ്ങാം എന്ന് പറയുമ്പോ ഞാൻ കുറച്ച് TV കണ്ടോണ്ടേ. സാർത്തിച്ച് അപ്പൊ TV കണ്ടോണ്ടിരുന്നേ, ഫോണ് കണ്ടോണ്ടിരുന്നേ. അപ്പോൾ എന്താ അറിയോ, പാതിരാത്രിയായേ, പാതിരാത്രി 12 o'clock ഒരാളിങ്ങനെ കൊട്ടിയെ സാർത്തിച്ച് വിൻഡ് തുറന്നിരിക്കുമ്പോ വെള്ളിക്കാട്ട ഒരു പ്രേതം കണ്ടാർന്നേ. പിന്നെ സാർത്തിച്ച് പേടിച്ച് ഫോൺ അവിടെ വെച്ചിട്ട് അമ്മേനെ കൈ കൊടുത്ത് നേരെ പൊതുപ്പിന്റെ അടിയിലേക്ക് ഉറങ്ങി. പിന്നെന്താ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മന്റെ എല്ലാ സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ എല്ലാരും തിന്നും. അപ്പൊ ആ പ്രേതം ആ എല്ലാരും തിന്നെ, ഞങ്ങള് മാത്രം അപ്പൊ എല്ലാരും മരിച്ചു. പിന്നെ ഞങ്ങള് മാത്രം ഇങ്ങനെ പ്രേതായതേ. പിന്നെ ആ ഞങ്ങൾ തിന്ന പ്രേതല്ലേ എല്ലാരൊക്കെ പ്രേതായതേ. നമ്മളുടെ തിന്ന പ്രേതകളിൽ നമ്മൾ തന്നെ തിന്നെ. പിന്നെ നമ്മളുടെ ബോയ് ഫ്രണ്ട് ഇല്ലേ, നമ്മുടെ ഫ്രണ്ടൊക്കെ എന്താ അറിയോ, നമ്മുടെ പ്രേതത്തിന് മുഖം മാറിയിട്ട് പ്രേതപ്പല്ലൊക്കെ മാറിയിട്ട് എന്താ അറിയോ, അതൊക്കെ സംസാരിച്ചിട്ട് പ്രേതന്റെ ബാക്കിൽ വരുമ്പോ എന്താ അറിയോ, ഞാൻ പെട്ട പ്രേതമായി വന്നിട്ട് തിന്നെ ആ പ്രേതത്തിന്. പിന്നെ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പ്രേതമായി എന്നൊക്കെ എല്ലാവരും കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ അറിയോ,